ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ചക്ക കൊണ്ടിട്ട് അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി നല്ല മധുരമുള്ള ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയ വറുത്ത പാക്കറ്റ് അരിപ്പൊടിയാണ്. പിന്നെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ചക്ക. കുഞ്ഞു ചക്കയാണ്, വളരെ ചെറിയ ചെറിയ ചുളവുള്ള ചക്കയാണ്. പക്ഷേ മധുര അസാധ്യമായ നല്ല മധുരം. ഇതേപോലത്തെ ഒരു ഉരുള ശർക്കര ഉരുക്കി ഇതുപോലെ അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടണ ഭാഗത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് അതൊന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കതിലേക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കണം. ചക്ക എല്ലാം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ചെറുതായിട്ടൊന്ന് വേവണമല്ലോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ചക്ക കട്ട് ചെയ്ത എല്ലാ ചക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒന്നൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് തേങ്ങയും കൂടെ നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ അത് ശർക്കരയൊക്കെ അതിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷവും നമുക്കതിൽ ശർക്കരയുടെ ആ ചാറ് ആ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം അടയിൽ പറ്റില്ലല്ലോ, അടയിൽ. അപ്പോൾ അത് വെള്ളം വറ്റിച്ചും കൂടി എടുക്കണം. അപ്പോൾ അത് എല്ലാം മിക്സ് ചെയ്ത ശേഷവും നമുക്ക് വെള്ളമുണ്ട്. അപ്പോൾ അത് വറ്റിച്ചെടുക്കാം. അപ്പോൾ നേരിയ ഫ്ലെയിമിൽ അത് വറ്റിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തേക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് തന്നെ വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് നല്ല ജീരകം, വയറിന് അടയിൽ ഉണ്ടാക്കണം, വയറിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നല്ല ജീരകം കൊണ്ട് ഇട്ടിട്ട് നമ്മൾ അരിപ്പൊടിക്ക് വാട്ടണ പോലെ അത് പൊടിയിട്ട് വാട്ടി ഇതുപോലെ നല്ല പോലെ കുഴച്ച് ഉരുളകളാക്കി വെക്കണം. ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിന്ന് വാഴയിലേക്ക് എടുത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഉരുള അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൈ കൊണ്ടിട്ടാണ് എല്ലാവരും ചെയ്യണത്, ഇങ്ങനെ പരത്തണത്. പക്ഷേ ഞാനത് വളരെ ഈസിയായി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ്സിൽ വലിയ ഉരുളാക്കി ഉരുള എടുത്തിട്ട് ഇതുപോലെ പ്രസ്സിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയവും ലാഭം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, കാണാനും ഭംഗിയുണ്ടാവും. കൈകൊണ്ട് ഇങ്ങനെ പരത്തി അയിലിട്ട് ഇങ്ങനെ പരത്തേണ്ട ബുദ്ധിമുട്ട് ഒഴിവാകും. അപ്പോൾ ഇതുപോലെ പരത്തി പ്രസ്സിൽ കുറച്ച് എണ്ണ തൂക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പരത്തി സെയിം അളവിൽ തന്നെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളമൊക്കെ വറ്റി, ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി എല്ലാം ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയും ആ ചക്കയും കൂടിയുള്ള ആ ശർക്കര അതിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് ഇടിയപ്പച്ചമ്പലിട്ട് ആവിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രസ് ചെയ്യണം എങ്ങനെയെന്ന് രണ്ടാമത്തെ അട എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഞാൻ കാണിച്ചെന്നില്ല. അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അറ്റം സൈഡ് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്താലേ അത് രണ്ടും ഒട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിന്ന് നീരൊക്കെ ആവി വരുമ്പോൾ നീരൊക്കെ പോകും. കണ്ടത് നല്ലപോലെ ഒട്ടിയിരിക്കണം. അതേപോലെ എന്നിട്ട് പിന്നെ ഇങ്ങനെ മടക്കി നമുക്ക് അപ്പച്ചമ്പിലിട്ട് ആവിയേറ്റാം. ഇതുപോലെ എല്ലാം റെഡിയാക്കിയത് ഞാൻ അപ്പച്ചമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം എല്ലാം തീർന്നു പോയത് കൊണ്ടിട്ട് ബാക്കിയുള്ള 3 എണ്ണം വെറുതെ ഉരുള ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ആവിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ചൂടൊക്കെ ആറി ഇപ്പോൾ നീര് ചൂടോളൂ നമ്മൾ സെർവ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഞാനത് ഒരെണ്ണം എല്ലാം നിവർത്തി കാണിച്ചു തരുന്നുണ്ട്. അട നൈസ് കടകളിൽ വാങ്ങണ കിട്ടണം അതേപോലെ നൈസായിട്ട് കിട്ടിയാണ്. അതിതുപോലെ പ്രസ്സിൽ പരത്തി എടുക്കുമ്പോഴാണ് കിട്ടുന്നത്. അതുപോലെ എന്ത് ടേസ്റ്റാണ്. ആ ശർക്കരയും കൂടെ വന്നിട്ട് ഇനി ശർക്കരയ്ക്ക് പകരം പഴുത്ത ഏത്തപ്പഴയിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ചക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ എന്ത് ടേസ്റ്റാണ്. തേൻ പരിക്ക് പോലെ നല്ല മാതിരി ടേസ്റ്റ് കണ്ടില്ലേ. ഉള്ളിൽ അപ്പം ചക്കയുടെ ഒരു പശപ്പ് കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ പെട്ടെന്നാക്കാൻ പറ്റും. അപ്പം ഞാനിത് സെർവ് ചെയ്യുന്ന ടൈം തന്നെ കുട്ടികളൊക്കെ കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.